ഹായ്. ഇന്നലെ എടുത്ത പോർഷൻസ് വായിച്ചു നോക്കിയില്ലേ? കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ. നമ്മൾ ഇന്നലെ ഓവറീസ് ആണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓവറീസ് ഒന്നും കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. ഓവറീസ് ആർ ടു ഫീമെയിൽ സെക്സ് ഓർഗൻസ് സിറ്റുവേറ്റഡ് നിയർ ദി കിഡ്നി. അതായത് കിഡ്നിയുടെ സമീപത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓവറീസ് അല്ലേ? പിന്നെ ഏതർ സൈഡ് ഓഫ് യൂട്രസ്. യൂട്രസിന്റെ രണ്ട് ഭാഗത്ത് എന്തുണ്ട്? ഓവറീസ് ഉണ്ട്. ഓരോ ഓവറിയും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓവേറിയൻ, അതായത് ഈച്ച് ഓവറി ഈസ് അറ്റാച്ച് ടു ദി യൂട്രസ്. ഓരോ ഓവറിയും യൂട്രസിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓവറിനെയും യൂട്രസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിഗമെന്റ് ഉണ്ട്. ആ ലിഗമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒവേറിയൻ ലിഗമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഓവറീസ് ആണ്. ഓവറീസിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഓവറീസ് ഹെൽപ്സ് ഇൻ ഫോർമേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ലിബറേഷൻ ഓഫ് ഓവം. അതായത് ഓവറി എന്തിനു സഹായിക്കുന്നുണ്ട്? ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രൂപീകരണം അല്ലെ? രൂപീകരണം. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വികാസം പ്രാപിക്കുക അല്ലെ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലൊന്നും പുരോഗമനം സംഭവിക്കാം. പിന്നെ അത് കൂടാണ്ട് വേറെന്താ പറയുന്നത്? ആൻഡ് ലിബറേഷൻ ഓഫ് ഓവം. ഓവർ റിലീസ് ചെയ്യാനൊക്കെ കൂടിയിട്ട് സഹായിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഓവറീസ് ചെയ്യുന്നത് അല്ലെ? ഓവറീസ് ഹെൽപ്സ് ഇൻ ഫോർമേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ലിബറേഷൻ ഓഫ് ഓവം. ഓവത്തിന്റെ ഫോർമേഷനും രൂപീകരണത്തിനും അതിന്റെ വികാസത്തിനും അത് റിലീസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്, ഓവത്തിന്റെ റിലീസിനും വികാസത്തിനും ഫോർമേഷനൊക്കെ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ഓവറീസ് ആണ്. ഓവത്തിന്റെ റിലീസ്. ഓവത്തിനെയാണ് ഓവറി റിലീസ് ചെയ്യുന്നത്, ഓവത്തിനെയാണ് അല്ലെ? ഓവം എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ ഗാമേറ്റ് ആണ് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്ട്രോജന്റെ പ്രൊഡക്ഷന് വേണ്ടി. ഓവറീസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഈസ്ട്രോജന്റെ പ്രൊഡക്ഷന്, നിർമ്മാണത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ. അതായത് നമ്മുടെ ഓവറീസിൽ എന്തുണ്ട്? ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ഈസ്ട്രോജന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കൂ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ബൈ കോർപ്പസ് കലോസം. ഓക്കെ. ഈ ഓവറീസിൽ എന്തുണ്ട്? ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ബൈ കോർപ്പസ് കലോസം. കോർപ്പസ് കലോസത്തില് വെച്ചിട്ട് പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കും കൂടി ചെയ്യുന്നുണ്ട്. ആര് സഹായിക്കുന്നുണ്ട്? ഓവറീസ് അല്ലെ? ഓവറീസിൽ എന്തുണ്ട്? കോർപ്പസ് കലോസം ഉണ്ട്. കോർപ്പസ് കലോസം എന്തിനു വേണ്ടി സഹായിക്കുന്നത്? നമ്മുടെ പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്യൂബർട്ടി ആണ്. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? പ്രായപൂർത്തിയായ കണ്ടീഷനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ ഗേൾസിന്റെ പ്യൂബർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ബോയ്സിന്റെ പുരുഷന്മാരുടെ മെയിലിന്റെ പ്യൂബർട്ടിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് ഫീമെയിലിന്റെ പ്യൂബർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫീമെയിൽ പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഏജ് അറ്റ് വിച്ച് ദ ഓൾ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് റീച്ച് ടു ദി മെച്യൂരിറ്റി. അതായത് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ വയസ്സിലാണ്, പ്യൂബർട്ടി കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുക? നമ്മുടെ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മെച്യൂരിറ്റിയിൽ എത്തുക. ഓക്കെ. റീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എത്തുക. ഓക്കെ. പ്യൂബർട്ടി യൂഷ്വലി ഒക്രൂസ് അറ്റ് ദ ഏജ് ഓഫ്. പ്യൂബർട്ടി സാധാരണയായിട്ട് നടക്കുന്നത് ഏത് വയസ്സിലാണ്? ഗേൾസിലെ 10 മുതൽ 14 വയസ്സിന്റെ ഉള്ളിലാണ് പ്യൂബർട്ടി ഉണ്ടാവുക ഗേൾസിൽ. ഓക്കെ. ഇറ്റ് ഈസ് മാർക്കം ബൈ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ. ഓക്കെ. അപ്പൊ ഈ പ്യൂബർട്ടി ഫീമെയിൽസിൽ പ്യൂബർട്ടി ഉണ്ടായി എങ്ങനെ മനസ്സിലാവുക വെച്ചാൽ അവർക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? അവര് പ്യൂബർട്ടി ആയി എന്നുള്ളത് പറയാം. ഓക്കെ. ആ കാലഘട്ടത്തിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവര് ഫീമെയിലിന്റെ കേസിൽ എന്ത് ചെയ്യാം? അവര് പ്രായപൂർത്തിയായി എന്നുള്ളത് പറയാം. ഓക്കെ.
ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ഫീമെയിൽ ഡ്യൂറിങ് പ്യൂബർട്ടി. അതായത് സ്ത്രീകളിൽ പ്യൂബർട്ടി എത്തുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത്. ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷൻ. എന്ത് ചെയ്യും? സ്ത്രീകളിൽ പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെന്താണ്? വജൈനയും ബ്രസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? എൻലാർജ് ചെയ്യും. പിന്നെന്താണ്? ഗ്രോത്ത് ഓഫ് ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയർസ്. പ്യൂബിക് പോർഷനിൽ ഹെയർസ് ഉണ്ടായിരിക്കും. ആക്സിലറി കഷ്ണം ഭാഗമാണ് അല്ലെ ആക്സില എന്ന് പറയുന്നത്. ആക്സിലറി പോർഷനിൽ എന്തുണ്ടായിരിക്കും? ഹെയറിന്റെ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെന്താ പറയുന്നത്? മെച്ചുറേഷൻ ഓഫ് ഓവറീസും യൂട്രൈൻ ട്യൂബൊക്കെ എന്ത് ചെയ്യും? മെച്ചുവർ ആവും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ആണ് പറയുന്നത് ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, അതായത് ഗ്രോത്ത് ഇൻ ഹൈറ്റ് ആൻഡ് വൈഡനിങ് ഓഫ് ദി പെൽവിസ്. ഓക്കെ, അതായത് നമ്മുടെ വളർച്ച പെട്ടെന്ന് കൂടും. വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം എന്താണ്? ഹൈറ്റ് പെട്ടെന്ന് കൂടും. പിന്നെന്താ പറയുന്നത്? വൈഡനിങ് ഓഫ് പെൽവിസ് ഒന്നും കൂടി വികാസം പ്രാപിക്കും. ഓക്കെ. പിന്നെന്താ? ഇൻക്രീസ്ഡ് ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദി സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂല് നമ്മുടെ ഫാറ്റ് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ അളവ് കൂടും. നെക്സ്റ്റ് പറയുന്നത് മെന്റൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. മാനസികപരമായിട്ടും ഇമോഷണൽ പരമായിട്ടുള്ള നമുക്കൊരു മെച്യൂരിറ്റി, ഓക്കെ, മാനസികമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെനോപോസ് എന്താണെന്നാണ്. ആരൊന്ന് ഓവറീസ് പറയാ? ഓവറീസ്. Ovaries are two female sex organs situated near the kidney on either side of the uterus. Ovaries ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കിഡ്നിയുടെ അടുത്തായിട്ടാണ്. Each ovaries is attached to uterus by an ovarian ligament. ഓവറിയെയും യൂട്രസിനെയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഓവേറിയൻ ലിഗമെന്റ്. അടുത്ത ഫങ്ഷൻസ് ഓഫ് ഓവറീസ്. ഓവറീസ് ഹെൽപ്പ് ഇൻ ഫോർമേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ലിബറേഷൻ ഓഫ് ഓവം. ഓവത്തിനെ ഫോർമേഷനും ഡെവലപ്മെന്റിനും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രജൻ ബൈ ഗ്രാഫിൻ ഫോളിക്കിൾസ്. ഈസ്ട്രജന്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നത് ഗ്രാഫിൻ ഫോളിക്കിൾസിൽ വെച്ച് ഈസ്ട്രജന്റെ പ്രൊഡക്ഷന് വേണ്ടി ഓവറീസ് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് പ്രൊജെസ്റ്ററോൺ ബൈ കോർപ്പസ് കലോസ്. കോർപ്പസ് കലോസത്തിലെ പ്രൊജെസ്റ്ററോണിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പ്യൂബർട്ടി വേറൊരാള് പറഞ്ഞ പ്യൂബർട്ടി. ആരാ പറയാ പ്യൂബർട്ടി? Puberty is the age at which all internal reproductive organs reach maturity. അതായത് പ്യൂബർട്ടി എന്ന് പറയുന്നത് എല്ലാ ഇന്റേണൽ ഓർഗൻസും മെച്ചുവേർഡ് ആകുന്ന കാലഘട്ടത്തെയാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. പ്യൂബർട്ടി യൂഷ്വലി ഒക്കേഴ്സ് അറ്റ് ദ ഏജ് ഓഫ് 10 to 40 years ഇൻ ഗേൾസ്. ഗേൾസിൽ പ്യൂബർട്ടി ഉണ്ടാകുന്ന കാലഘട്ടം 10 മുതൽ 14 വയസ്സ് വരെയാണ്. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ. പ്യൂബർട്ടി ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ഫീമെയിൽ ഡ്യൂറിങ് പ്യൂബർട്ടി. ഫസ്റ്റ് വൺ, ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻസ് ആൻഡ് ഓവുലേഷൻസ്. ആ കാലഘട്ടത്തിലാണ് മെൻസ്ട്രേഷനും ഓവുലേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻലാർജ്മെന്റ് ഓഫ് വജൈന ആൻഡ് ബ്രസ്റ്റ്. വജൈനയ്ക്കും ബ്രസ്റ്റിനും ഒക്കെ വലിപ്പം ഉണ്ടാകുന്നു. ഗ്രോത്ത് ഓഫ് ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയർസ്. ആക്സിലറിയിലും പ്യൂബിക്സിലൊക്കെ ഹെയർസ് ഉണ്ടാകുന്നു. മെച്ചുറേഷൻ ഓഫ് ഓവറീസ്, യൂട്രസ് ആൻഡ് യൂട്ടേറിയൻ ട്യൂബ്സ്. മെച്ചുറേഷൻ ഉണ്ടാകുമ്പോൾ ഓവറീസ്, യൂട്രസും യൂട്ടേറിയൻ ട്യൂബ്സും ഒക്കെ മെച്ചുവേർഡ് ആകുന്നു. ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഹൈറ്റ് ആൻഡ് വൈഡനിങ് ഓഫ് പെൽവിസ്. ഹൈറ്റും ഗ്രോത്തും ഒക്കെ ഉണ്ടാകുന്നു. പെൽവിസിന് വലിപ്പം കൂടുന്നു. ഇൻക്രീസ് ഇൻ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിൽ ഫാറ്റിന്റെ ഡിപ്പോസിഷൻ ഉണ്ടാകുന്നു. മെന്റൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. മാനസികമായിട്ടും ഇമോഷണലായിട്ടും ഒരു മെച്യൂരിറ്റി ഉണ്ടാകും. നെക്സ്റ്റ് മെനോപോസ് എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ പീരീഡ് വിച്ച് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 45 to
55 ഇയേഴ്സ് അല്ലെ, അതായത് നമ്മൾ മെനോപോസ് നടക്കുന്ന കാലഘട്ടം ഏതാ വെച്ചെങ്കിൽ നമ്മുടെ സ്ത്രീകളിൽ 45 മുതൽ 55 വയസ്സ് വരെയാണ് മെനോപോസ് നടക്കുന്നത്. മാർക്കിംഗ് ദ എൻഡ് ഓഫ് ചൈൽഡ് ബിയറിംഗ് പീരീഡ്, അതായത് മെനോപോസ് നടന്ന സ്ത്രീ ഒരിക്കലും എന്താവില്ല, പ്രഗ്നന്റ് ആവില്ല അല്ലെ, അവര് ചൈൽഡ് ബിയറിംഗ് കുട്ടീനെ വഹിക്കാനുള്ള കഴിവ് ഈ മെനോപോസ് വഴി മെനോപോസിലൂടെ സ്റ്റോപ്പ് ആവും അല്ലെ. കാരണം എന്താണ്, പീരീഡ്സ് ആയില്ല വെച്ചെങ്കിൽ എന്തുണ്ടാവില്ല, നമ്മുടെ യൂട്രസിന് ബേബീനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, മെനോപോസ് മീൻസ് പെർമനന്റ് സെസേഷൻ ഓഫ് മെൻസസ്. ഓക്കെ, സെസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവസാനം. പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥായിയായിട്ട് അല്ലെ. മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ പെർമനന്റ് സെസേഷൻ ഓഫ് മെൻസസ് സ്ഥിരമായിട്ട് നിന്ന് പോകുന്ന, അതായത് സ്ഥിരമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷനാണ് മെനോപോസ് എന്ന് പറയുന്നത് അല്ലെ. മെൻസസ് സ്ഥിരമായിട്ട് സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മെനോപോസ് എന്ന് പറയാ. മെനോപോസ് ഈസ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സെക്സ് ഹോർമോൺ. ഓക്കെ, അതായത് മെനോപോസിന് കാരണമാവുന്ന എന്താ, ചേഞ്ചസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സെക്സ് ഹോർമോൺസ്. അതായത് സെക്സ് ഹോർമോൺസിന് ഉണ്ടാവുന്ന മാറ്റാണ് എന്തിന് ഉണ്ടാവുന്നത്, മെനോപോസിന് കാരണമാവുന്നത് അല്ലെ. നമ്മൾ ഈ 45, 55 വയസ്സൊക്കെ ആവുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് സെക്സ് ഹോർമോൺസിൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും, സെക്സ് ഹോർമോൺസിന്റെ ചേഞ്ച്, കോൺസെൻട്രേഷനിൽ എന്തുണ്ടായിരിക്കും, ചേഞ്ചസ് വരും. ഓക്കെ, അത് കുറയും. ഓക്കെ, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുക, മെനോപോസ് സംഭവിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നു ഓവറീസ് ബിക്കം ലെസ് റെസ്പോൺസീവ് ടു FSH. FSH എന്ന് പറഞ്ഞാൽ എന്താ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് അല്ലെ. പിന്നെന്താണ് പറയുന്നത്, LH എന്ന് പറഞ്ഞാൽ എന്താ, ലൂട്ടിനൈസിങ് ഹോർമോൺ. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഓവറീസ് ബിക്കം ലെസ് റെസ്പോൺസീവ് ടു FSH ആൻഡ് LH സ്റ്റിമുലേഷൻ. നമ്മുടെ ഈ മെനോപോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓവറി ആരെയായിട്ട് റെസ്പോൺസ് ചെയ്യില്ല, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോണിന്റെയും സ്റ്റിമുലേഷൻ ഉത്തേജിപ്പിക്കില്ല, ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൽ. ഓവറീസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, ഓവറീസ് ആരോട് പ്രതികരിക്കില്ല, നമ്മുടെ ഓവറി എന്ന് പറയുന്നത് ആരോട് പ്രതികരിക്കില്ല, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനോടും ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ സ്റ്റിമുലേഷനോടും നമ്മുടെ ഓവറീസ് എന്ത് ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, ഹെൻസ് ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ അങ്ങനെ എന്തുണ്ടാവും, ഓവുലേഷനും മെൻസ്ട്രൽ സൈക്കിളും ബിക്കംസ് ഇറഗുലർ ആൻഡ് സ്റ്റോപ്സ് ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ ഓവുലേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കില്ല, മെൻസ്ട്രൽ സൈക്കിളും എന്താവും, ബിക്കംസ് ഇറഗുലർലി. ഓക്കെ, അതായത് കൃത്യതയില്ലാണ്ട്, അതായത് ആദ്യം കണ്ട് റെഗുലർ ആയിട്ട് നടന്നത് 2 മാസം കൂടുമ്പോൾ, പിന്നെ 3 മാസം കൂടുമ്പോൾ, പിന്നെ 4-5 മാസം കൂടുമ്പോൾ, പിന്നെ അങ്ങനെയായിട്ട് അത് സ്റ്റോപ്പ് ആയി പോവും, പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ആയി പോവും. ഓക്കെ, അതായത് നമ്മുടെ ഓവറീസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനോടും ലൂട്ടിനൈസിങ് ഹോർമോണിനോടൊക്കെ ലൂട്ടിനൈസിങ് ഹോർമോണിന്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഒക്കെ സ്റ്റിമുലേഷനെ റെസ്പോണ്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ശരീരത്തിൽ ഓവുലേഷൻ ആയാലും മെൻസ്ട്രൽ സൈക്കിൾ ആയാലും ഒക്കെ നടക്കുള്ളൂ. മനസ്സിലായ? നമ്മുടെ ഓവറീസ് എന്ത് ചെയ്യണം, ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനോടും ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ സ്റ്റിമുലേഷനോടും എന്ത് ചെയ്യണം, റെസ്പോൺസ് ചെയ്യണം അല്ലെ. റെസ്പോൺസ് ചെയ്യാത്ത കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ 45-55 വയസ്സാകുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ ആയാലും സ്റ്റോപ്പ് ആയി പോകുന്നത്, ഓവുലേഷൻ ആയാലും മെൻസ്ട്രൽ സൈക്കിൾ ആയാലും സ്റ്റോപ്പ് ആയി പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഓവറി ആരോട് റെസ്പോണ്ട് ചെയ്യില്ല, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനോടും ലൂട്ടിനൈസിങ് ഹോർമോണിന്റെ സ്റ്റിമുലേഷനോടും എന്ത് ചെയ്യില്ല, റെസ്പോൺസ് ചെയ്യില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഒന്നും കൂടി പറയാം. അതായത് നമ്മുടെ മെനോപോസ് എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ഒരു 45 മുതൽ 55 വയസ്സിന്റെ ഉള്ളിലാണ് മെനോപോസ് നടക്കുന്നത് അല്ലെ. ഈ മെനോപോസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, ചൈൽഡ് ബിയറിംഗ് പീരീഡ് ആണ് അല്ലെ. എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവസാനം അല്ലെ. അവസാന കാലഘട്ടത്താണ് കുട്ടീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും എന്തുണ്ട്, മെനോപോസ് നടന്നൊരു സ്ത്രീ ഒരിക്കലും എന്താവില്ല, പ്രഗ്നന്റ് ആവില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, മെനോപോസ് മീൻസ് പെർമനന്റ് സെസേഷൻ ഓഫ് മെൻസസ്. ഓക്കെ, മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് പെർമനന്റ് സ്ഥായിയായിട്ട് നമ്മുടെ മെൻസസ് നിന്ന് പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മെനോപോസ് എന്ന് പറയാ. മെനോപോസ് ഈസ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ, മെനോപോസിന് കാരണമാവുന്നത് എന്താ, ചേഞ്ചസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സെക്സ് ഹോർമോൺ. നമ്മുടെ ശരീരത്തിലുള്ള സെക്സ് ഹോർമോൺസിന്റെ കോൺസെൻട്രേഷനിലെ ചേഞ്ചസ് വരുമ്പോഴാണ് എന്തുണ്ടാവുക, മെനോപോസ് സംഭവിക്കുക. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഓവറീസ് ബിക്കം, നമ്മുടെ ഓവറി മെനോപോസ് നടക്കുന്ന സമയത്ത് നമ്മുടെ മെനോപോസിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഓവറീസ് എന്തായിരിക്കും, ബിക്കം ലെസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറവ് അല്ലെ. റെസ്പോൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രതികരണം. ഓക്കെ, ലെസ് റെസ്പോൺസീവ് ടു ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടിനൈസിങ് ഹോർമോൺ സ്റ്റിമുലേഷൻ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോണിന്റെയും യൂട്ടിലൈസിങ് സ്റ്റിമുലേഷൻ ഹോർമോണിനോടും നമ്മുടെ ഓവറീസ് എന്തായിരിക്കും, ലെസ് റെസ്പോൺസീവ് ആയിരിക്കും. അതായത് പ്രതികരണം കുറവായിരിക്കും.
അത് കാരണം തന്നെ ഓവുലേഷനും മെൻസ്ട്രൽ സൈക്കിളും എന്തായി ഇറഗുലർ ആയിരിക്കും അല്ലെ. ഇറഗുലർ ആയിട്ട് പിന്നെ അതെന്തായി സ്റ്റോപ്പ് ആയി പോകും. ഓക്കെ, ഇത്രയാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ മെനോപോസ് സംഭവിച്ച സ്ത്രീകളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെ, ചേഞ്ചസ് ഇൻവോൾവ്ഡ് ഇൻ ഫീമെയിൽ ഡ്യൂറിങ് മെനോപോസ് സംഭവിച്ച സ്ത്രീകളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് പറയുന്നത്. ബ്രസ്റ്റ് ഷ്രിങ്സ്, ഫസ്റ്റത്തെ ഷ്രിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ചുരുങ്ങുക അല്ലെ. ബ്രസ്റ്റ് എന്തായി പോവും, ചുരുങ്ങി പോവും. പിന്നെന്താ പറയുന്നത്, ആക്സിലറി എന്ന് പറഞ്ഞ ഭാഗം അറിയാലോ അല്ലെ, നമ്മുടെ ആക്സില എന്ന് പറഞ്ഞ കഷ്ടത്തിന്റെ ഭാഗമാണ് അല്ലെ. പിന്നെ പ്യൂബിക് ഹെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രൺ പോർഷനിലെ ഹെയേഴ്സ് ആണ് അല്ലെ. പ്യൂബിക് ഹെയേഴ്സ് എന്തായിരിക്കും, സ്പെയേഴ്സ് ആയി മാറും. സ്പെയർ എന്ന് പറഞ്ഞാൽ എന്താ, സ്പെയർ എന്ന് പറഞ്ഞാൽ ദുർബലമായി പോവുക. സ്പെയർ എന്ന് പറഞ്ഞാൽ എന്താ, സ്പാർസ് എന്ന് പറഞ്ഞാൽ എന്താ, ദുർബലമായി പോവുക. പിന്നെന്താണ്, അട്രോപ്പി ഓർ സെക്സ് ഹോർമോൺസ്, അതായത് എന്തുണ്ടോ, സെക്സ് ഹോർമോൺസിന്റെ അളവ് കുറയും. അട്രോപ്പി എന്ന് പറഞ്ഞാൽ അളവ് കുറയണേനെയാണ് നമ്മൾ എന്ത് പറയാ, അട്രോപ്പി എന്ന് പറയാം. ഓക്കെ, സെക്സ് ഹോർമോൺസിന്റെ അളവ് കുറയും. പിന്നെന്താ പറയുന്നത്, എപ്പിസോഡ്സ് ഓഫ് അൺകാരക്ടറിസ്റ്റിക് ബിഹേവിയർ, അതായത് നമുക്ക് എന്താണ് നമ്മുടെ സാധാരണ സ്വഭാവത്തിനേക്കാളും നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന വ്യത്യാസം വരും അല്ലെ. അതാണ് പറയുന്നത് എപ്പിസോഡ്സ് ഓഫ് അൺകാരക്ടറിസ്റ്റിക് ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. പിന്നെന്താണ്, നല്ലപോലെ വിയർക്കും അല്ലെ, നല്ലപോലെ വിയർക്കും. പിന്നെന്താണ്, പാൽപിറ്റേഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹൃദയമിടിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പാൽപിറ്റേഷൻ എന്ന് പറയാ. ഡിസ്കംഫേർട്ട് ആൻഡ് ഡിസ്റ്റർബൻസ്, ഡിസ്കംഫേർട്ട് അതായത് നമുക്കൊരു സുഖമായിട്ട് തോന്നില്ല അല്ലെ, കംഫേർട്ട് ആയിട്ട് തോന്നില്ല. ഡിസ്കംഫേർട്ട് ആൻഡ് ഡിസ്റ്റർബൻസ് ഓഫ് നോർമൽ സ്ലീപ്പ് പാറ്റേൺ. ഓക്കെ, നമ്മൾ സാധാരണ ഉറങ്ങി വരുന്ന ഒരു പാറ്റേണിന് നമ്മുടെ സ്ലീപ്പിന് വ്യത്യാസം വരും. ചിലപ്പോൾ ഉറക്കം കുറയുക, ചിലപ്പോൾ നമുക്ക് ഉറക്കത്തിനൊക്കെ മണിക്കൂറിലൊക്കെ വ്യത്യാസം വരും, ഉറക്കം വരാനൊക്കെ ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, അതാണ് പറയുന്നത് ഡിസ്കംഫേർട്ട് ആൻഡ് ഡിസ്റ്റർബൻസ് ഓഫ് നോർമൽ സ്ലീപ്പ് പാറ്റേൺ. നമ്മൾ സാധാരണ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നിന്നും നമുക്ക് എന്തെങ്കിലും ഉറക്കം വരായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്ത് പറയുന്നത്, മെനോപോസ് സംഭവിച്ച ഒരു സ്ത്രീകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. ഫസ്റ്റത്തെ പറഞ്ഞത് ബ്രസ്റ്റ് ഷ്രിങ്ക് ചെയ്യും. പിന്നെ പറയുന്നത് നമ്മുടെ ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയേഴ്സ് എന്തായി, സ്പെയർ ആയി പോവും അല്ലെ, സ്പാർസ് ആയി പോവും. സ്പാർസ് എന്ന് പറഞ്ഞാൽ ദുർബലമായി പോവും. അട്രോപ്പി ഓഫ് സെക്സ് ഹോർമോൺസിന്റെ അളവ് കുറയും. പിന്നെന്താ പറയുന്നത്, എപ്പിസോഡ്സ് ഓഫ് അൺകാരക്ടറിസ്റ്റിക് ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവും ചേഞ്ചസ് വരും. പിന്നെന്താ പറയുന്നത്, സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിയർക്കാം. പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹൃദയമിടിപ്പിനെയാണ് നമ്മൾ പാൽപിറ്റേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്കംഫേർട്ട് ആൻഡ് ഡിസ്റ്റർബൻസസ് ഓഫ് നോർമൽ സ്ലീപ്പ് പാറ്റേൺ, നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാറ്റേണിൽ ഓക്കെ നമുക്ക് ഉറക്കമില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് ആണ് പഠിക്കുന്നത്. ഈ ഡിസീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമ്മുടെ ചാപ്റ്റേഴ്സിൽ ചോദിക്കുന്ന ഡിസീസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്ന ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത് അമിനോറിയ ആണ്. അമിനോറിയ എന്താ നോക്കാം. ഇറ്റ് മീൻസ് ആൻ ആബ്സെൻസ് ഓഫ് മെൻസസ്. ഓക്കെ, മെൻസ്ട്രൽ ഫ്ലൂയിഡ്, മെൻസസ് അല്ലെങ്കിൽ മെൻസൽ ഫ്ലൂയിഡ് ആബ്സെൻസ് ആയിട്ടുള്ള കണ്ടീഷനാണ് എന്താ, അമിനോറിയ എന്ന് പറയാം. ഓക്കെ, അതായത് ചിലവരിൽ എന്തുണ്ടായിരിക്കാം, മെൻസസ് ഫ്ലൂയിഡ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമിനോറിയ എന്ന് പറയുന്നത്. അമിനോറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ആൻ ആബ്സെൻസ് ഓഫ് മെൻസസ് ആബ്സെൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് മെൻസ്ട്രൽ ഫ്ലൂയിഡ് ആബ്സെന്റ് ആയിട്ടുള്ള, അതായത് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാന്നിധ്യം അല്ലെ, ഉണ്ടാവാത്ത കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അമിനോറിയ എന്ന് പറയുന്നത്. അമിനോറിയ ക്ലിയർ അല്ലേ? എന്താടാ, നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഡിസ്മെനോറിയ ആണ്. എന്താ പറയാ, ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഇൻ വുമൺ കംസ് ഡ്യൂറിങ് ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ പീരീഡ് ഓഫൺ വിത്തിൻ ആൻ അവർ ദ സ്റ്റാർട്ട് ഓഫ് ബ്ലീഡിങ്. ഓക്കെ, അതായത് പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഇൻ വുമൺ കംസ് ഡ്യൂറിങ് ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ പീരീഡ്. ഓക്കെ, അതായത് നമ്മൾ പീരീഡ്സ് ആവണേന്റെ ഫസ്റ്റത്തെ ദിവസം അല്ലെ, ഏകദേശം ഈ പീരീഡ്സ് ആവണേക്കാളും 1 മണിക്കൂർ മുന്നേ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള വേദനയായിരിക്കും. പെയിൻഫുൾ മെൻസ്ട്രേഷൻ ആയിരിക്കും അല്ലെ. പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഇൻ വുമണിൽ സ്ത്രീകളിൽ ഉണ്ടാവുന്ന പെയിൻഫുൾ മെൻസ്ട്രേഷനെയാണ് നമ്മൾ ഡിസ്മിനോറിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത് എപ്പോഴാണ് ഉണ്ടാവുക വെച്ചാൽ ഡ്യൂറിങ് ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രേഷൻ പീരീഡിന്റെ ഫസ്റ്റ് ഡേ ആണ് നമുക്ക് എന്തുണ്ടാവുക, ഡിസ്മിനോറിയ അനുഭവപ്പെടുക. ഓഫൺ വിത്തിൻ ആൻ അവർ ദ സ്റ്റാർട്ട്സ്, അതായത് പെയിൻ തുടങ്ങിയിട്ട്
നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യാം, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ എന്താ, പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീകളിൽ ഉണ്ടാവുന്ന പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ ആണ് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മെൻസ്ട്രേഷൻ പീരീഡിന്റെ ഫസ്റ്റ് ഡേ ആണ് ഉണ്ടാവുക. ഈ ഫസ്റ്റ് ഡേ നമുക്ക് പെയിൻ തുടങ്ങി കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യും, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഓക്കെ. ഡിസ്മെനോറിയ എന്താന്ന് ക്ലിയർ അല്ലേ? അതെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ല്യൂക്കോറിയ ആണ്. എന്താ പറയുന്നത്, ല്യൂക്കോറിയ, എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദി സർവിക്സ് ഓഫ് ദി യൂട്രസ്. ഓക്കെ. Discharge of fluid from the cervix of the uterus, vagina and associated glands with appearance of discharge of WBCs. ഓക്കെ. അപ്പിയറൻസ് എന്നത് രൂപം എന്നുള്ള അർത്ഥം അല്ലെ. എക്സസീവ് ല്യൂക്കോറിയ അതായത് എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദി, അതായത് എക്സസീവ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതലായിട്ടുള്ള ഫ്ലൂയിഡിനെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക അല്ലെ, പുറത്തേക്ക് വിടുക. കൂടുതലായിട്ടുള്ള ഫ്ലൂയിഡ് ഡിസ്ചാർജിനെ പുറത്തേക്ക് വിടുക. എവിടെ നിന്നൊക്കെ, സർവിക്സ് ഓഫ് ദി യൂട്രസ്, യൂട്രസിന്റെ സർവിക്സ് പോർഷൻ നിന്നും വജൈനയിൽ നിന്നും പിന്നെ വജൈനയോട് അനുബന്ധിച്ച ഭാഗങ്ങളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുക, കൂടുതലായിട്ടുള്ള ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്ത് പോവുക. ഓക്കെ. അതിന്റെ കൂടെ തന്നെ വിത്ത് അപ്പിയറൻസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് WBC, അതിന്റെ കൂടെ എന്തും കൂടി ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട്, WBCയും കൂടി ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. ല്യൂക്കോറിയ എന്ന് പേര് വരാൻ കാരണം എന്താണ്, ആ ഫ്ലൂയിഡിൽ എന്തും കൂടി ഉണ്ട്, WBC ഉണ്ട്. WBC നമ്മൾ പറയുന്ന പേരെന്താണ്, ല്യൂക്കോസൈറ്റ്സ് ആണ് പറയുന്നത് അല്ലെ. അതാണ് ല്യൂക്കോറിയ എന്നുള്ള പേര് വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ. അതാണ് പറയുന്നത് നമ്മുടെ നമ്മുടെ യൂട്രസിന്റെ സർവീസിൽ നിന്നും വജൈനയിൽ നിന്നും പിന്നെ അതിനോടനുബന്ധിച്ച ഗ്ലാൻഡിൽ നിന്നൊക്കെ കൂടുതലായിട്ടുള്ള എക്സസീവ് ഡിസ്ചാർജസ് പോവുക, എക്സ്ക്രീറ്റ് ഡിസ്ചാർജ് ചെയ്ത് പോവുക. അതിന്റെ ഒപ്പം തന്നെ എന്തും കൂടി ഡിസ്ചാർജ് ചെയ്ത് പോവും, WBCയും കൂടി നമ്മുടെ ബോഡിയിൽ നിന്ന് WBCയും കൂടി ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ല്യൂക്കോറിയ എന്ന് പറയാം. എന്താ പറയാ, ല്യൂക്കോറിയ. ഇത്രയും ക്ലിയർ അല്ലേ? ല്യൂക്കോറിയ ഒന്നും കൂടി പറയാം. എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദി സർവിക്സ് ഓഫ് ദി യൂട്രസ്, നമ്മുടെ യൂട്രസിന്റെ സർവിക്സിൽ നിന്നും വജൈനയിൽ നിന്നും പിന്നെ അതിനോടനുബന്ധിച്ച ഗ്ലാൻഡുകളിൽ നിന്നും എക്സസീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആയി പോവുക. അതിന്റെ ഒപ്പം തന്നെ എന്തും കൂടി ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്, WBC അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സും കൂടി ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട്. ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ല്യൂക്കോറിയ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗാലക്ടോറിയ. ഗാലക്ടോറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എക്സസീവ് ഫ്ലോ ഓഫ് മിൽക്ക് ഫ്രം ദ ബ്രസ്റ്റ്. ഓക്കെ. നമ്മുടെ ബ്രസ്റ്റിൽ നിന്നും കൂടുതലായിട്ട് എക്സസീവ് ആയിട്ട് കൂടുതൽ എമൗണ്ടിൽ മിൽക്ക് പോകുന്ന കണ്ടീഷൻ, മിൽക്ക് ഫ്ലോ. ഇറ്റ് മീൻസ് എക്സസീവ് ഫ്ലോ ഓഫ് മിൽക്ക് കൂടുതലായിട്ട് പോവുക ബ്രസ്റ്റിൽ നിന്ന് അല്ലെ. ബ്രസ്റ്റിലാണ് എന്തുള്ളത്, ബ്രസ്റ്റിൽ മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് മേമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ. ബ്രസ്റ്റിലെ മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് മേമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്ലാൻഡ് കൂടുതലായിട്ട് നമ്മുടെ മിൽക്കിന്റെ ഫ്ലോ കൂട്ടുക. ഈ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഗാലക്ടോറിയ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എക്സസീവ് ഫ്ലോ ഓഫ് മിൽക്ക്. ഇത് പറഞ്ഞാൽ എന്താ, ഈ കണ്ടീഷനിൽ എന്താ ഉണ്ടാവുക, എക്സസീവ് കൂടുതലായിട്ടുള്ള ഫ്ലോ ഉണ്ടാവും അല്ലെ. മിൽക്കിന്റെ എക്സസീവ് ആയിട്ട് ബ്രസ്റ്റിൽ നിന്നും മിൽക്കിന്റെ എക്സസീവ് ആയിട്ടുള്ള ഫ്ലോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗാലക്ടോറിയ. ബ്രസ്റ്റിലെ ഏത് ഗ്ലാൻസ് ആണ് നമ്മൾ മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്, മേമറി ഗ്ലാൻസ് ആണ് ബ്രസ്റ്റിൽ മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് പറയണോ ഒന്നും കൂടി പറയാമോ? ഓക്കെ. ഗാലക്ടോറിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എക്സസീവ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതലായിട്ടുള്ള അളവ് അല്ലെ. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഒഴുക്ക്. എക്സസീവ് ഫ്ലോ ഓഫ് മിൽക്ക്. ഓക്കെ. അതായത് നമ്മുടെ ബ്രസ്റ്റിൽ നിന്നും കൂടുതലായിട്ടുള്ള മിൽക്കിന്റെ ഫ്ലോ. ഓക്കെ. ബ്രസ്റ്റിൽ നിന്നും കൂടുതലായിട്ടുള്ള മിൽക്കിന്റെ ഫ്ലോ. നമ്മുടെ ബ്രസ്റ്റിൽ എന്തുണ്ട്, മേമറി ഗ്ലാൻസ് ഉണ്ട്. ഈ മേമറി ഗ്ലാൻസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്, മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ മേമറി ഗ്ലാൻസ് വഴി, ഓക്കെ, നമ്മുടെ ബ്രസ്റ്റ് വഴി മേമറി ഗ്ലാൻസിന്റെ കൂടുതലായിട്ടുള്ള മിൽക്കിന്റെ ഉൽപാദനത്തിനെയാണ്, മിൽക്കിന്റെ ഫ്ലോനെയാണ്, ഒഴുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗാലക്ടോറിയ എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആയില്ലേ ഇപ്പോ? ക്ലിയർ ആയി. നെക്സ്റ്റ് നമ്മൾ പറയുന്ന മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ ഇറ്റ് മീൻസ് റിക്കറിങ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരിക അല്ലെ. ഓക്കെ. റിക്കറി എന്ന് പറഞ്ഞാൽ എന്താ, ആവർത്തിച്ച് വരിക, റിപ്പീറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷനാണ് നമ്മൾ റിക്കറിങ് എന്ന് പറയുന്നത്. പാരോക്സിസ്മാൾ എന്ന് പറഞ്ഞാൽ എന്താ, രോഗമൂർച്ച, ഹെഡേക്ക്. പാരോക്സിസ്മാൾ എന്ന് പറഞ്ഞാൽ എന്താണ്,
രോഗമൂർച്ച, നമ്മളെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന കണ്ടീഷൻ എന്നൊക്കെ പറയില്ലേ നമ്മള്, കൂടിയ കണ്ടീഷൻ. ഓക്കെ. ഹെഡ് ഏക്ക് മോസ്റ്റ്ലി ഒക്കർ യൂണിലാറ്ററൽ അസോസിയേറ്റഡ് വിത്ത്. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് എന്തുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള തലവേദന ഉണ്ടായിരിക്കും. ഇടയ്ക്ക് ഭയങ്കര കഠിനമായ തലവേദന ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒക്കേഴ്സ് യൂണിലാറ്ററൽ. ഓക്കെ, തലവേദന ഉണ്ടാവും. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ, തലയുടെ ആ പോർഷനാണ് പറയുന്നത് യൂണിലാറ്ററൽ എന്ന് പറയുന്നത്. അതായത് യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി, അതായത് തലയുടെ ആ ഭാഗത്ത് മാത്രം ഒരു കുത്തണ വേദന ഇടയ്ക്കിടയ്ക്ക് വരിക. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മൈഗ്രെയിൻ്റെ ഒപ്പം തന്നെ മൈഗ്രെയിൻ മാത്രമല്ല, അസോസിയേറ്റഡ് വിത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഓക്കാനം വരും, വോമിറ്റിംഗ് വരും, പിന്നെ നമുക്ക് കാഴ്ചയൊക്കെ മങ്ങിയത്, ഓക്കെ, കാണാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഏത് കണ്ടീഷനിലാണ് ഈ മൈഗ്രെയിൻ ഉണ്ടാവുക, വിഷ്വൽ ഡിസ്റ്റർബൻസസ് ഇൻ ഫീമെയിൽ ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. ഈ മൈഗ്രെയിൻ കൂടുതലായിട്ടും സ്ത്രീകളിൽ ഈ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ റിക്കറിംഗ് എന്താ, ആവർത്തിച്ച് വരുന്ന. പാരോക്സിസ്മാൾ എന്ന് പറഞ്ഞാൽ എന്താ, രോഗമൂർച്ച, ഹെഡ് ഏക്കിന്റെ അത്രയും മൂർധന്യ അവസ്ഥ. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള തലവേദന ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി ഒക്കെ യൂണിലാറ്ററൽ, തലയുടെ ഒരു പോർഷനിൽ അല്ലെ ഭയങ്കര കടച്ചിൽ, തലയുടെ ആ പോർഷൻ, ആ നെറ്റിയുടെ ആ പോർഷനിൽ എന്തുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും അവിടെ മാത്രം. ഓക്കെ, ഒരു ആ പോർഷനിൽ മാത്രം. യൂണിലാറ്ററൽ എന്ന് ഏകപക്ഷീയമായിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അസോസിയേറ്റഡ് വിത്ത് ഈ കഠിനമായ തലവേദനയുടെ ഒപ്പം എന്തും കൂടി ഉണ്ടായിരിക്കും, ഓക്കാനം വരിക, വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് എന്താണ്, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, കാഴ്ചക്ക് എന്തുണ്ടാവും, മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ ഫീമെയിൽ ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ, മെൻസ്ട്രൽ സ്ത്രീകളിൽ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്താണ് ഇങ്ങനെ മൈഗ്രെയിൻ അനുഭവപ്പെടുക എന്നാണ് പറയുന്നത് കൂടുതൽ പേരിൽ. ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ഫസ്റ്റും കൂടി വേഗം ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നമ്മുടെ അനാട്ടമി പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മുടക്ക് കിട്ടുമ്പോൾ നമുക്ക് എക്സാം ഒക്കെ ആയി തുടങ്ങിയില്ലേ, അപ്പൊ ഈ ലീവ് കിട്ടുമ്പോൾ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കൂടുതലായിട്ടും അറ്റൻഡ് ചെയ്ത് നോക്കുക, പഠിക്കട്ടാ. ഓക്കെ, റീപ്രൊഡക്ഷൻ നോക്കാം. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ജനറ്റിക് മെറ്റീരിയൽ, അതായത് ഒരു തലമുറയിൽ നിന്ന് മറ്റുള്ള തലമുറയിലേക്ക് അല്ലെ തലമുറയിലേക്ക് എന്തുണ്ടാവുക, ജനറ്റിക് മെറ്റീരിയൽ പാസ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ടായിരിക്കും, ഇങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ നമ്മുടെ അമ്മയുടെ അമ്മ, അതായത് മുത്തശ്ശീന്ന് അമ്മയ്ക്ക് കിട്ടുന്ന, അമ്മയിൽ നിന്ന് നമ്മളിലേക്ക് കിട്ടുന്ന, നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്കൊക്കെ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കൈമാറി വരുന്നുണ്ട് അല്ലെ. എന്നിട്ട് അത് മാത്രമല്ല, എന്താ പറയുന്നത്, മെയിൻറ്റെയിൻസ് കണ്ടിന്യൂസ് സ്പീഷീസ്, അങ്ങനെ നമ്മുടെ വർഗം നിലനിന്ന് പോകുന്നുണ്ട്. അതായത് കണ്ടിന്യൂവേഷൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താണ്, നമ്മുടെ അതായത് ജീവന്റെ ത്രെഡ് സ്ഥിരമായിട്ട് അങ്ങനെ, അതായത് നമ്മള് ജീവന്റെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളൊരു സ്പീഷീസ് ആണ് അല്ലെ, മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു സ്പീഷീസ് ആണെങ്കിൽ നമ്മുടെ അമ്മ, നമ്മള്, നമ്മുടെ മക്കള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ത്രെഡ് അങ്ങനെ സ്ഥിരമായിട്ട് നിലനിന്ന് പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ നിലനിന്ന് പോവാൻ സഹായിക്കുന്നത് എന്താണ്, റീപ്രൊഡക്ഷൻ ആണ് അല്ലെ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം, പുനരുൽപാദനം എന്നാണ് മലയാളത്തിൽ അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്യൂബർട്ടി ആണ്. പ്യൂബർട്ടി ഈസ് ദി ഏജ് അറ്റ് വിച്ച് ഓൾ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് റീച്ച് ദ മെച്യൂരിറ്റി. നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ പ്രത്യുൽപാദനം സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഉള്ള അവയവങ്ങളെല്ലാം മെച്യൂരിറ്റിയിൽ എത്തുന്ന കണ്ടീഷനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുക. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം വരുന്നത് പ്രായപൂർത്തിയാവുക എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന മെനോപോസ് ആണ്. മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പീരീഡ്സ് അവസാനിക്കുന്ന, ഓക്കെ, അതായത് നമ്മളെ മെൻസസ് അവസാനിക്കുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. ഈ മെനോപോസ് ഉണ്ടാകുന്നത് 45 വയസ്സിനും 55 വയസ്സിനും ഇടയിലാണ് ഉണ്ടാവുന്നത്. ഈ മെനോപോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഗ്നന്റ് ആവാനായിട്ട് പറ്റില്ല, കുട്ടീനെ ബിയർ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ഓക്കെ, ഈ കണ്ടീഷനിൽ നമ്മുടെ ആർത്തവം, അതായത് നമ്മുടെ മെൻസസ് സ്ഥിരമായിട്ട് നിന്ന് പോകും അല്ലെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓവുലേഷൻ ആണ്.
ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ് ഓഫ് മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് ഗ്രാഫിയൻ നമ്മുടെ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ എന്താ ഉണ്ടാവുക, ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചുർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഓവത്തിനെ പ്രിപ്പറേറ്റ് ചെയ്യും, മോചിപ്പിക്കും അല്ലെ, റിലീസ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പെർമാറ്റോ, അതായത് സ്പേമും മെയിൽ ഗാമേറ്റായ സ്പേമും ഫീമെയിൽ ഗാമേറ്റായ ഓവം തമ്മിൽ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. ഇത് എവിടെ വെച്ച് നടക്കുക വെച്ചെങ്കിൽ നോർമലി ടേക്സ് പ്ലേസ് ഇൻ ആംബ്യൂള പാർട്ട് ഓഫ് ദി ഫെല്ലോപ്പിയൻ ട്യൂബ്യൂൾ. ഫെല്ലോപ്പിയൻ ട്യൂബ്യൂളിലുള്ള ആംബ്യൂള പാർട്ടിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുക, ഇങ്ങനെ നമ്മുടെ സ്പേമും ഓവം തമ്മിൽ ഫ്യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്താണെന്നാണ് പറയുന്നത്. Periodic discharge. The periodic discharge of blood, ovum, mucus and cellular debris from uterus to vagina. അതായത് യൂട്രസിൽ നിന്നും വജൈനയിലേക്ക് എത്തുക അല്ലെ. എന്തൊക്കെ എത്തും, പീരിയോഡിക് ഡിസ്ചാർജ് ഓഫ്, അതായത് ഒരു പ്രത്യേക പീരിയോഡിക് എന്ന് പറഞ്ഞാൽ എന്താ, ആവർത്തിച്ച് വരുന്ന ഒരു ഇടവേള അല്ലെ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന പീരിയോഡിക് ഡിസ്ചാർജ് ഓഫ് ബ്ലഡ്. അതായത് നമുക്ക് അറിയാം മെൻസ്ട്രൽ സൈക്കിൾ ഏകദേശം 28 ഇന്റർവെല്ലിൽ വീണ്ടും അത് എന്ത് ചെയ്യും, ആ പീരീഡ് കഴിയുമ്പോൾ 28 ദിവസം, ആ പീരീഡ് കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരും അല്ലെ. അതാണ് പറയുന്നത് ദ പീരിയോഡിക് ഡിസ്ചാർജ് ഓഫ് ബ്ലഡ്, ഓവം, മ്യൂക്കസ്, സെല്ലുലാർ ഡ്രബീസ്. ബ്ലഡ് ആയാലും ഓവായാലും മ്യൂക്കസ് ആയാലും സെല്ലുലാർ ഡ്രബീസ് ഒക്കെ യൂട്രസിൽ നിന്നും വജൈനയിലേക്ക് എത്തുക. ഓക്കെ, ഇത് എത്ര നാൾ കൂടുമ്പോഴാണ് ഇങ്ങനെ എത്തുന്നത് വെച്ചാൽ 28 ഡേയ്സ് ഇന്റർവെല്ലാണ് സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സിനെ കുറിച്ചാണ് പറയുന്നത്. ടെസ്റ്റിസ് വരുന്നുണ്ട്, എപ്പിഡിഡൈമിസ് വരുന്നുണ്ട്, വാസ് ഡിഫറൻസ് വരുന്നുണ്ട്, ഇജാക്കുലേറ്ററി ഡക്റ്റ് വരുന്നുണ്ട്, പെനിസ് വരുന്നുണ്ട്, യുറേത്ര വരുന്നുണ്ട്, ആക്സസറി ഗ്ലാൻസിൽ വരുന്നതാണ്, സെമിനൽ വെസിക്കിൾസ് വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്, കൗപ്പസ് ഗ്ലാൻസ് ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെസ്റ്റിസിനെ കുറിച്ചിട്ടാണ്. ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓവൽ ഷേപ്പുള്ള ബോഡീസ് ആണ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ എന്താ, വൃഷ്ണസഞ്ചി അല്ലെ. വൃഷ്ണസഞ്ചിയുടെ രണ്ട് സൈഡിലും ഓവൽ ഷേപ്പിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, നമ്മുടെ ടെസ്റ്റിസ് അതായത് നമ്മുടെ സ്ക്രോട്ടം എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, ടെസ്റ്റിസ് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഫോർ ടെസ്റ്റിസ്. ഈ സ്ക്രോട്ടത്തിലാണ് എന്തുള്ളത്, ടെസ്റ്റിസ് ഉള്ളത്. ഇതെന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ദ മസിൽസ് ഓഫ് സ്ക്രോട്ടം എയ്തർ കോൺട്രാക്ട് ഓർ റിലാക്സ് ഇൻ റെസ്പോൺസ് ടു. അതായത് നമ്മുടെ സ്ക്രോട്ടത്തിന്റെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യുന്നുണ്ട്. ഇതെന്തിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യുന്നത് വെച്ചാൽ ചൂടിനും തണുവിനും അനുസരിച്ചിട്ടാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മുടെ സ്ക്രോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ഫോർമേഷൻ ഓഫ് സ്പേം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 3 ഡിഗ്രി സെൽഷ്യസ് ടെസ്റ്റിസിലെ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുക, സ്പേം ഉൽപ്പാദിപ്പിക്കുക. സ്പേം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 3 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും നമ്മുടെ ടെസ്റ്റിസിൽ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് നമ്മൾ എന്തുണ്ടാവുക, എന്ത് പ്രോസസ് നടക്കുക, സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുക. ഇനി ടെസ്റ്റിസിന്റെ ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ടെസ്റ്റിസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ് വഴി എന്ത് ചെയ്യുന്നത്, സ്പെർമാറ്റോസോവനെ അല്ലെങ്കിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ടെസ്റ്റിസ് ചെയ്യുന്നത് അല്ലെ. പിന്നെ ടെസ്റ്റിസ് എന്ത് ഹോർമോൺ, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് സ്പേമിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പെർമാറ്റോസൂണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്പെർമാറ്റോസൂൺ എന്ന് പറയുന്നത് മോട്ടയിൽ ചലിക്കുന്ന ഒരു ജീവനുള്ള ഒരു മെയിൽ ഗാമേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സ്പേം എന്ന് പറയുന്നത്. ബൈ സെമിനിഫറസ് ട്യൂബ്യൂൾ ഓഫ് ദി ടെസ്റ്റിസ്. ഇത് എവിടെ കാണപ്പെടുന്നത്, ബൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ടെസ്റ്റിസിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ് വഴിയാണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പേമിന്റെ സ്ട്രക്ചർ ആണ്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ, 55 തൊട്ട് 65 µ വരെയാണ് വരുന്നത്. ഈ സ്പേമിന് എത്ര 4 മെയിൻ പാർട്സ് ആണ് വരുന്നത്. അതിന്റെ ഹെഡ് വരുന്നുണ്ട്, നെക്ക് വരുന്നുണ്ട്, ബോഡി വരുന്നുണ്ട്, ടെയിൽ വരുന്നുണ്ട്. ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് പോർഷൻ എന്ന് പറയുന്ന ഫ്ലാറ്റ് ആണ്. ഇതിൽ എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ട് ഒരു ആന്റീരിയർ എൻഡ് ഉണ്ട്. ഈ ആന്റീരിയർ എൻഡിന് എന്ത് കാണുന്നുണ്ട്, ഒരു അക്രോസോമൽ ക്യാപ്പ് കാണുന്നുണ്ട്. ഓക്കെ, അക്രോസോമൽ ക്യാപ്പ് കാണുന്നുണ്ട്. ഈ അക്രോസോമൽ ക്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എൻസൈമിന്റെ പേരാണ് ഹയാലുറോണിഡേസ് എന്ന് പറയുന്നത്. ഈ എൻസൈം എന്താ ചെയ്യുന്നത്, എഗ് മെംബ്രെയിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഡിസോൾവ് ചെയ്യാൻ എന്താ, അലിയിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ എഗ് മെംബ്രെയിനെ അലിയിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സ്പേമിന് പെട്ടെന്ന് എന്ത് ചെയ്യും, ഓവത്തിന് പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നെക്ക് ആണ് പറയുന്നത്. നെക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹെഡിനെയും മിഡിൽ പീസിനെയും കൂടി കണക്ട് ചെയ്യുന്ന പോർഷനാണ് നെക്ക് എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് മിഡിൽ പോർഷൻ മിഡിൽ പീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ബോഡി അല്ലെ, ഹെഡിനെയും ബോഡിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷനാണ് എന്തെന്ന് പറയുന്നത്, നെക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ ചെറുതാണ്, ഷോർട്ട് ആണ്, പിന്നെന്താ പറയുന്നത്, വീക്ക് ആണ് അല്ലെ, അതായത് ബലം കുറവാണ്. ഇതിൽ ഒരു സെൻട്രിയോൾ, ഈ നെക്കിൽ പോർഷനിൽ എന്തുണ്ട്, ഒരു സെൻട്രിയോൾ കൂടിയുണ്ട്. നമ്മൾ ആ പിക്ചറിൽ പോർഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബോഡിയാണ്. ബോഡിയിൽ എന്തുണ്ട്, ഫിബ്രിൽസിന്റെ റിങ്സുകൾ ഉണ്ട്. പിന്നെ ഒരു കവറിങ് പോലെ ഒരു ഷീത്ത് ഉണ്ട്. പിന്നെ അതിൽ എന്തും കൂടി ഉണ്ട്, മൈറ്റോകോൺട്രിയയും കൂടി ഉണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെയിലാണ്. സ്പേമിന്റെ ടെയിലിന് 2 പോർഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. പ്രിൻസിപ്പൽ പോർഷനും ഉണ്ട്, ടെയിൽ പീസും ഉണ്ട്. പ്രിൻസിപ്പൽ പോർഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പോർഷൻ ആണ് ലോങ് പോർഷൻ ഓഫ് ദി ടെയിലിന്റെ ലോങ് പോർഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പോർഷൻ ആണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം 42 മുതൽ 50 µ വരെയാണ് വരുന്നത്. ഇറ്റ് ഈസ് വിത്തൗട്ട് മൈറ്റോകോൺട്രിയൽ ഷീത്ത്. ഇതിൽ എന്തില്ല, മൈറ്റോകോൺട്രിയൽ ഷീത്ത് ഇല്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെയിൽ പീസ് ആണ്. ടെയിൽ പീസ് എന്ന് പറയുന്നത് ഷോർട്ട് ആണ്. പിന്നെന്താ പറയുന്നത്, ഷോർട്ട് ആണ്, സ്ലെൻഡർ ആണ്. ഓക്കെ, സ്ലെൻഡർ നമ്മൾ ഷേപ്പ് കണ്ടായിരുന്നു, സ്ലെൻഡർ ആണ്. പിന്നെന്താ പറഞ്ഞത്, തടി കൂടിയിട്ട് പിന്നെ ഒരു കുറഞ്ഞു വരുന്ന കണ്ടീഷൻ അല്ലെ, വീതി കുറഞ്ഞു വരുന്ന കണ്ടീഷനാണ് നമ്മൾ സ്ലെൻഡർ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 5 തൊട്ടിട്ട് 10 µ വരെയാണ് അതിന്റെ നീളം വരുന്നത്. ഇതിനെന്താണ്, ഫ്ലാജലത്തിന്റെ പോലത്തെ ഒരു സാധാരണ രൂപമാണുള്ളത്. ഇതിൽ എന്തുണ്ട്, കൺസിസ്റ്റ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസിൽ എന്തുണ്ട്, മൈക്രോ ട്യൂബ്യൂൾസിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്, പ്ലാസ്മാലമ കാണപ്പെടുന്നുണ്ട്. പ്ലാസ്മാലമ എന്തിനും കൂടി കവർ ചെയ്തിട്ടുണ്ട്, എൻഡെയർ മുഴുവനായിട്ട് ആ സ്പേമിനെ കവർ ചെയ്തിട്ടുണ്ട് പ്ലാസ്മാലമ എന്ന് പറഞ്ഞ പോർഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെമൻ ആണ്. സെമൻ ഈസ് എ ഫ്ലൂയിഡ് ആണ്. സെമൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ഇത് ഇജാക്കുലേറ്റ് ചെയ്യുന്നത് മെയിലിന്റെ യുറേത്രയാണ് അല്ലെ, മെയിൽസിലുള്ള, അതായത് പുരുഷന്മാരുടെ യുറേത്രയാണ് എന്ത് ചെയ്യുന്നത്, സെമൻ റിലീസ് ചെയ്യുന്നത് അല്ലെ. അതായത് കോയിറ്റസിന്റെ ഫലമായിട്ട്, കോയിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ, സെക്ഷൽ സ്റ്റിമുലേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയാ, കോയിറ്റസ് എന്ന് പറയുന്നത് അല്ലെ. ഈ കോയിറ്റസിന്റെ ഫലമായിട്ട് നമ്മുടെ മെയിൽ യുറേത്ര പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇജാക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് സെമൻ എന്ന് പറയുന്നത്. സെമൻ ഈസ് എ തിക്ക് ആണ്, കട്ടി കൂടിയ വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഇറ്റ് ഈസ് എ വെരി വിസ്കസ് ഇൻ നേച്ചർ. ഇതിന് വളരെ കട്ടി കൂടുതലാണ് അല്ലെ. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്, ഇത്തിരി ആൽക്കലൈൻ ക്യാരക്ടർ ഉണ്ട്. ഇതിന്റെ pH ഏകദേശം എത്രയാണ് വരുന്നത്, 7.4 ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെമന്റെ കോമ്പോസിഷൻസ് ആണ്. സെമനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളത്, സ്പെർമാറ്റോസോവൈൻ ടെസ്റ്റിസിലുള്ള സ്പേം അടങ്ങിയിട്ടുണ്ട് അല്ലെ സെമനിൽ. പിന്നെന്താണ്, സെമിനൽ വെസിക്കിൾസ് എന്ന് വരുന്ന വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് അടങ്ങിയിട്ടുണ്ട്. കൗപ്പസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്, ഗ്ലാൻസിൽ നിന്ന് മ്യൂക്കസ് ഒക്കെ എന്തിൽ അടങ്ങിയിട്ടുണ്ട്, സെമനിൽ അടങ്ങിയിട്ടുണ്ട്. സെമന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് സ്പെർമാറ്റോസോവ, ഇതിൽ സ്പേം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ആർ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഫീമെയിൽ വജൈന ഡ്യൂറിങ് കോയിറ്റസ്. അതായത് സെക്ഷൽ സ്റ്റിമുലേഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്പേമിനെ ഫീമെയിൽ വജൈനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് സെമന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സെമന്റെ ധർമ്മം എന്ന് പറയുന്നത്. ആഫ്റ്റർ ഇജാക്കുലേഷൻ ഓഫ് സെമൻ ഇജാക്കുലേറ്റ് ചെയ്തതിനു ശേഷം ദ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ ഫുൾ സെക്ഷൽ പ്രഷർ, അതായത് ആ വ്യക്തികൾക്ക് അല്ലെ, ഇൻഡിവിജ്വൽസ് എന്ന വ്യക്തികൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ സെമൻ ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക, ആ വ്യക്തികൾക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്യൂബർട്ടി ആണ്. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ മെയിൽസിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്, അതായത് പ്രായപൂർത്തിയാവുന്ന പീരീഡ് ആണ് പറയുന്നത് അല്ലെ. പ്യൂബർട്ടി ഈസ് ദ ഏജ് ഓഫ് മെച്ചൂരിറ്റി അറ്റ് വിച്ച് ഓൾ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് റീച്ച് ദി മെച്ചൂരിറ്റി. അതായത് ഫീമെയിൽസിലെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും മെച്ചൂരിറ്റിയിൽ എത്തുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്താ പറയുക, പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് മെയിൽ, പുരുഷന്മാരിലാണെങ്കിൽ ഏത് കണ്ടീഷനിലാണ് പ്യൂബർട്ടി സംഭവിക്കുക വെച്ചെങ്കിൽ, ഏത് കാലഘട്ടം പറയുന്നത്, 10 മുതൽ 14 വയസ്സ് വരെയാണ്. 14 വയസ്സ് വരെയാണ്. പിന്നെ അത് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റഡ് ഇൻ ദി സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഈ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ എന്ത് ചെയ്യും, സെക്രീറ്റ് ചെയ്യും അല്ലെ. ഇൻ ദി സ്റ്റേജ് ഇൻഫ്ലുവൻസസ് ഡെവലപ്മെന്റ് ഓഫ് ബോഡി ടു സെക്ഷൽ മെച്ചൂരിറ്റി. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ബോഡി സെക്ഷൽ മെച്ചൂരിറ്റി എന്തായിരിക്കും, ഡെവലപ്പ് ചെയ്യും അല്ലെ, വികാസം പ്രാപിക്കും. നമ്മുടെ ബോഡി ആയാലും അതായത് നമുക്ക് സെക്ഷൽ മെച്ചൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് ഡെവലപ്മെന്റുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്യൂബർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ മെയിൽസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഗ്രോത്ത് ഓഫ് മസിലിന്റെ മസിൽസിന്റെ വളർച്ച ഉണ്ടാവും. പിന്നെ ഹൈറ്റും ബോഡി വെയിറ്റ് ഒക്കെ കൂടും. പിന്നെ ലാരിങ്സിന് എന്ത് ചെയ്യും, എൻലാർജ് ചെയ്യും, വലിപ്പം വെക്കും അല്ലെ. ലാരിങ്സ് പറഞ്ഞാൽ കഴുത്തിന്റെ പോർഷൻ ആണ് അല്ലെ, അത് എൻലാർജ് ചെയ്യും. അത് മാത്രമല്ല എന്താണ്, നമ്മുടെ
സൗണ്ടിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതാ പറയുന്നത് ഡീപ്പിംഗ് ഓഫ് വോയിസ് ബാക്ക് സൗണ്ടിനുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഗ്രോത്ത് ഓഫ് ഹെയേഴ്സ് ഓൺ ഫേസിലും ചെസ്റ്റിലും അബ്ഡോമനിലും പ്യൂബിസിലൊക്കെ എന്തുണ്ടായിരിക്കും, ഹെയേഴ്സിന്റെ ഗ്രോത്ത് സംഭവിക്കും. പിന്നെന്താണ്, എൻലാർജ്മെന്റ് ഓഫ് പെനിസ് വലിപ്പം വെക്കും. സ്ക്രോട്ടം ആയാലും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആയാലും ഒക്കെ വലിപ്പം വെക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെച്ചുറേഷൻ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ മെച്ചുറേഷൻ സംഭവിക്കും. സെമിനിഫറസ് ട്യൂബ്യൂൾ മെച്ചുവർ ആയിട്ട് എന്ത് ചെയ്യും, സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, ഇജാക്കുലേഷൻ ഓഫ് സെമിനൽ ഫ്ലൂയിഡ് ഇജാക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയും യൂട്രസ് ആണ്. യൂട്രസ് എന്ന് പറയുന്നത് തിക്ക് ആയിട്ടുള്ള മസ്കുലർ പിയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു ബാഗ് ആണ്. സിറ്റുവേറ്റ് ചെയ്യുന്ന യൂറിനറി ബ്ലാഡറിന്റെ രക്തത്തിന്റെ ഇടയിലായിട്ടാണ്. ഇതിന് ഏകദേശം 8 സെന്റിമീറ്റർ നീളം വരുന്നുണ്ട്. ബ്രെഡ്ത്ത് എത്ര വരുന്നത്, 2 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ നീളം വരുന്നുണ്ട്. 5 സെന്റിമീറ്റർ വീതി വരുന്നുണ്ട്. 2 സെന്റിമീറ്റർ തിക്നെസ് ആണ് വരുന്നത് യൂട്രസിന്റെ. ഇതിന് മെയിൻ ആയിട്ട് 3 പോർഷൻസ് ആണുള്ളത്. ഫണ്ടസ് ഉണ്ട്, ബോഡി ഉണ്ട്, പിന്നെ വരുന്നത് സെർവിക്സ് ആണ്. ഫണ്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന അല്ലെ, അപ്പർ മുകൾ ഭാഗത്ത് ഡോം ഷേപ്ഡ് ആയിട്ടുള്ള കാണപ്പെടുന്ന ഒരു പോർഷൻ ആണ് ഫണ്ടസ് എന്ന് പറയുന്നത്. ബോഡി എന്ന് പറയുന്നത് എന്താ, മിഡിൽ പോർഷൻ ഓഫ് യൂട്രസിന്റെ മിഡിൽ പോർഷൻ ആണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, സെർവിക്സ് ആണ്. സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ലോവർ പാർട്ട് ഓഫ് ദി യൂട്രസിന്റെ അപ്പോൾ അടിയിൽ കാണപ്പെടുന്ന പോർഷൻ ആണ്. വിച്ച് ഓപ്പൺസ് ഇൻ ടു വജൈന ബൈ എക്സ്റ്റേണൽ ഓയിസ് വഴി ഇത് എന്ത് ചെയ്യും, വജൈനയിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്നത്. സെർവിക്സിൽ മെയിൻ ആയിട്ട് 3 ലെയേഴ്സ് ആണുള്ളത്. പെരിമെട്രി ഉണ്ട്, മയോമെട്രി ഉണ്ട്, എൻഡോമെട്രി ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ ഫങ്ഷൻസ് ആണ്. ഇറ്റ് പ്രൊവൈഡ് സ്പേസ് ഫോർ ഗ്രോത്ത് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രയോ. ഓക്കെ, അതായത് എംബ്രയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഭ്രൂണം എന്ന് പറയും അല്ലെ, ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്കും ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വളരാനും പിന്നെ അതിന്റെ വികാസം പ്രാപിക്കാനൊക്കെ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, യൂട്രസിൽ വെച്ചിട്ടാണ്. ഈ യൂട്രസിന് മെൻസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇറ്റ് റിസീവ്സ് ഫെർട്ടിലൈസ്ഡ് ഓവം, അതായത് ഫെർട്ടിലൈസ് ചെയ്ത ഓവത്തിനെ ഇത് സ്വീകരിക്കുന്നുണ്ട് അല്ലെ. ആൻഡ് അലോസ് ഫോർ ഇംപ്ലാന്റേഷൻ, എന്നിട്ട് അത് ചെയ്യുന്നുണ്ട്, അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട് അല്ലെ. ഇറ്റ് എക്സ്പെൽസ് ദ ഫ്യൂച്ചേഴ്സ് ബൈ കോൺട്രാക്ഷൻ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്രസ് എന്താ ചെയ്യുന്നത്, നമ്മളൊരു കാരിയർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേബി പുറത്തേക്ക് വരുന്നത് അല്ലെ. നെക്സ്റ്റ് 5th പോയിന്റ് പറയുന്നത്, ഇറ്റ് റിസീവ് ദ സ്പേം ഡ്യൂറിങ് കോയിറ്റസ്. ഓക്കെ, കോയിറ്റസിന്റെ ഫലമായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കോയിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ, സെക്ഷൽ സ്റ്റിമുലേഷൻ ആണ് നമ്മൾ കോയിറ്റസ് എന്ന് പറയാം അല്ലെ. ഈ കോയിറ്റസിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂട്രസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പേമിനെ റിസീവ് ചെയ്യുന്നുണ്ട്, സ്പേമിനെ സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഓവറീസ് ആണ്. ഓവറീസ് എന്ന് പറഞ്ഞാൽ എന്താ, 2 ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആണ് അല്ലെ, നമ്മുടെ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആണ്. നമ്മുടെ ഫീമെയിൽസിലുള്ള സെക്സ് ഓർഗനാണ് ഓവറീസ് എന്ന് പറയുന്നത്. ഇത് എവിടെയുള്ളത്, സിറ്റുവേറ്റഡ് നിയർ ദ കിഡ്നിയുടെ അടുത്താണുള്ളത്. ഓൺ ചെയ്ത 2 യൂട്രസിന്റെ 2 സൈഡിൽ എന്തുണ്ട്, ഓവറി ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഈച്ച് ഓവറി അറ്റാച്ച് ടു ദി യൂട്രസ്. ഓരോ ഓവറിയും യൂട്രസിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂട്രസിനെയും ഓവറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ലിഗമെന്റ് ഉണ്ട്. ആ ലിഗമെന്റാണ് നമ്മൾ ഓവേറിയൻ ലിഗമെന്റ് എന്ന് പറയുന്നത്. ഈ ഓവറീസിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഓവറി സെൽസ് ഇൻ ഫോർമേഷൻ, ഡെവലപ്മെന്റ് ആൻഡ് ലിബറേഷൻ ഓഫ് ഓവം. ഓവത്തിന്റെ ഫോർമേഷനും ഡെവലപ്മെന്റിനും ഓവത്തിന്റെ ലിബറേഷനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഓവറിയാണ്. പിന്നെന്താ പറയുന്നത്, ഓവറി എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ. ഗാസിയൻ ഫോളിക്കിളില് ഈസ്ട്രജന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ബൈ കോർപ്പസ് കലോസം. അപ്പൊ അതെന്താ, കോർപ്പസ് കലോസത്തിലെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പ്യൂബർട്ടി ആണ് പറയുന്നത്. പ്യൂബർട്ടി നമ്മൾ പറയുന്നത് ഇവിടെ ഫീമെയിൽസിന്റെ പ്യൂബർട്ടി ആണ് പറയുന്നത് അല്ലെ. ഇത് അതായത് നമ്മുടെ ഫീമെയിൽസിലെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്യൂബർട്ടി എന്ന് പറയുന്നത് അല്ലെ. മെച്യൂരിറ്റിയിൽ എത്തുന്ന കണ്ടീഷൻ. ഓൾ ഇന്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, നമ്മുടെ ഫീമെയിൽസിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാതും മെച്ചുറേഷനിൽ എത്തുന്ന കണ്ടീഷനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. പ്യൂബർട്ടി ഗേൾസിൽ നടക്കുന്നത് ഒരു 10 മുതൽ 14 വയസ്സ് വരെ തന്നെയാണ്. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ. പ്യൂബർട്ടിയിൽ നമുക്ക് കാണാൻ കഴിയും, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പ്യൂബർട്ടി ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് പ്യൂബർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, സ്ത്രീകൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഓവം റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ.
പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത് വജൈനയും ബ്രസ്റ്റ് ഒക്കെ എൻലാർജ് ചെയ്യും, വലുപ്പം വെക്കും അല്ലെ. പിന്നെന്താണ് ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയർസ് ഒക്കെ ഗ്രോത്ത് ചെയ്യും, വളർച്ച ഉണ്ടാവും. ആക്സിലറി എന്ന കഷ്ടം ഭാഗത്തെ, പ്യൂബിക് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഭാഗത്തെ ഹെയർസ് ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് ഹെയർസിനൊക്കെ വളർച്ച ഉണ്ടാവും. പിന്നെ ഓവറീസും യൂട്രസും യൂട്രൈൻ ട്യൂബസ് ഒക്കെ എന്തുണ്ടാവും, മെച്ചുറേഷൻ സംഭവിക്കും. പിന്നെന്താ പറയുന്നത് ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ഹൈറ്റ് കൂടും. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ വളർച്ച അല്ലെ. ഇൻ ഹൈറ്റ് അതായത് ഹൈറ്റ് വളരുന്ന പറഞ്ഞാൽ എന്താ ഹൈറ്റ് വെക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. പിന്നെന്താ പറയുന്നത് വൈഡനിങ് ഓഫ് ദി പെൽവിസ് എന്ന് പറഞ്ഞാൽ ഇടുപ്പ് എന്നുള്ള ഭാഗത്ത് അല്ലെ, ഇടുപ്പിന് എന്തൊരു വികാസം പ്രാപിക്കും. ഇൻക്രീസ് ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിൽ എന്തുണ്ടാവും, ഫാറ്റിന്റെ ഡെപ്പോസിഷൻ കൂടും. പിന്നെന്താണ് മെന്റലി ആൻഡ് ഇമോഷണലി ഒരു മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇന്ന് പറഞ്ഞത് തന്നെയാണ് മെനോപോസ് ആണ് പറഞ്ഞത്. മെനോപോസ് ഏത് സമയത്ത് നടക്കുക, സ്ത്രീകളിൽ ഒരു 45 മുതൽ 55 വയസ്സ് വരെയാണ് മെനോപോസ് നടക്കുക. ഈ മെനോപോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, പ്രഗ്നന്റ് ആവില്ല അല്ലെ. ഓക്കെ, പ്രഗ്നന്റ് ആവില്ല. പിന്നെന്താ മെനോപോസ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സെസേഷൻ ഓഫ് മെൻസസ് നിൽക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയാ. മെനോപോസ് ഉണ്ടാവാനുള്ള മെനോപോസ് ഈസ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സെക്സ് ഹോർമോൺസ്. ഓക്കെ, അതായത് ഈ 45-55 കാലഘട്ടം ആവുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ സെക്സ് ഹോർമോൺസിന്റെ കോൺസെൻട്രേഷനിലൊക്കെ ചേഞ്ച് വരും അല്ലെ, അളവ് കുറയാണ് ചെയ്യുക. അപ്പൊ എന്തുണ്ടാവും, മെനോപോസ് സംഭവിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ 45-55 വയസ്സ് കാലഘട്ടത്തിൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ഓവറീസ് ലെസ് റെസ്പോൺസീവ് ആയിരിക്കും. ലെസ് റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ എന്താ, കുറഞ്ഞ പ്രതികരണം മാത്രമേ ഉണ്ടാവുള്ളൂ. ആരോടൊക്കെ, നമ്മുടെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ സ്റ്റിമുലേഷനോടും ല്യൂട്ടനൈസിങ് ഹോർമോണിന്റെ സ്റ്റിമുലേഷനോടൊക്കെ നമ്മുടെ ഓവറീസ് ലെസ് ആയിട്ട് വളരെ കുറച്ച അളവിൽ മാത്രമാണ് റെസ്പോൺസ് ചെയ്യുള്ളൂ. അത് കാരണം തന്നെ ഓവുലേഷനും മെൻസ്ട്രൽ സൈക്കിളും എന്തായിട്ട് മാറും, ഇറഗുലർ, കൃത്യത ഇല്ലാണ്ടായി പോവും. കൃത്യത ഇല്ലാണ്ടായിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് അതെന്താവും, സ്റ്റോപ്പ് ആയി പോവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെനോപോസ്, സ്ത്രീകളിൽ മെനോപോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെനോപോസ് സംഭവിച്ച സ്ത്രീകളിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രസ്റ്റ് ഷ്രിങ്ക് ചെയ്യും അല്ലെ, ബ്രസ്റ്റ് ചുരുങ്ങും. പിന്നെന്താണ് ആക്സിലറി കഷത്ത ഭാഗത്തെയും നമ്മുടെ പ്യൂബിക് ഹെയർസ് ഒക്കെ എന്തായി സ്പാർസ് ആയി പോകും. സ്പാർസ് എന്താ ദുർബലമായിട്ട് പോകും അല്ലെ. പിന്നെന്താണ് പറയാ, സെക്സ് ഹോർമോൺസിന്റെ അളവ് കുറയും. അട്രോപ്പി ഓഫ് സെക്സ് ഹോർമോൺസ് സെക്സ് ഹോർമോൺസിന്റെ അളവ് കുറയും. പിന്നെ നമ്മുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരും. സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും, നല്ലപോലെ വിയർക്കും. ഹൃദയമിടിപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് എന്താണ്, പിന്നെ നമ്മുടെ സ്ലീപ്പ് പാറ്റേണിൽ ചേഞ്ച് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അമിനോറിയ, ഇറ്റ് മീൻസ് ആൻ ആബ്സെൻസ് ഓഫ് മെൻസസ്, ദാറ്റ് ഈസ് മെൻസ്ട്രൽ ഫ്ലൂയിഡ് ഇല്ലാത്ത കണ്ടീഷനാണ് നമ്മൾ അമിനോറിയ എന്ന് പറയുന്നത്. ഡിസ്മിനോറിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് പെയിൻഫുൾ മെൻസ്ട്രേഷൻ ആണ് നമ്മുടെ ഡിസ്മിനോറിയ എന്ന് പറയുന്നത്. അതായത് നമ്മളെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ, പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ ദിവസത്തിൽ നമ്മൾ പീരീഡ്സ് ആവണേക്കാളും മുന്നേ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ഈ പെയിൻ ഉണ്ടായിട്ട് ഒരു മണിക്കൂറിന്റെ ഉള്ളിലാണ് നമുക്ക്, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക്, ഒരു മണിക്കൂറിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ കണ്ടീഷനാണ് ഡിസ്മിനോറിയ എന്ന് പറയുന്നത്. ഡിസ്മിനോറിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് പെയിൻഫുൾ മെൻസ്ട്രേഷൻ ആണ്. പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഇൻ വുമണിൽ ഉണ്ടാവുന്ന പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ ആണ് നമ്മൾ ഡിസ്മിനോറിയ എന്ന് പറയുന്നത്. ഈ ഡിസ്മിനോറിയ വന്നു കഴിഞ്ഞാൽ മെൻസ്ട്രേഷന്റെ ഫസ്റ്റ് പീരീഡിൽ എന്തായിരിക്കും, നമുക്ക് പെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഈ പെയിൻ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂറിനുള്ളിലാണ് നമുക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഈ കണ്ടീഷനാണ് നമ്മൾ ഡിസ്മിനോറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലൂക്കോറിയ ആണ്. എന്താ പറയുന്നത്, ലൂക്കോറിയ, എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദി സർവിക്സ് ഓഫ് ദി യൂട്രസ്. അതായത് നമ്മുടെ യൂട്രസിന്റെ സർവിക്സിൽ നിന്നും വജൈനയിൽ നിന്നും പിന്നെ മറ്റുള്ള അനുബന്ധ ഗ്ലാൻഡുകളിൽ നിന്നൊക്കെ കൂടുതലായിട്ടുള്ള ഡിസ്ചാർജ് ഫ്ലൂയിഡ് അല്ലെ, കൂടുതലായിട്ടുള്ള ഡിസ്ചാർജ് ഫ്ലൂയിഡ് വരിക. ഓക്കെ, നമ്മുടെ സർവിക്സ് ഓഫ് ദി യൂട്രസിൽ നിന്നും വജൈനയിൽ നിന്നും പിന്നെ മറ്റുള്ള അനുബന്ധ ഗ്ലാൻഡുകളിൽ നിന്നും എന്ത് ചെയ്യുക, കൂടുതലായിട്ടുള്ള ഡിസ്ചാർജ് വരിക. കൂടുതലായിട്ടുള്ള ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ സെക്രീഷൻസ് അല്ലെ, സെക്രീഷൻസ് കൂടുതലായിട്ട് വരിക. അതിന്റെ ഒപ്പം എന്തും കൂടി കാണാൻ പറ്റും നമുക്ക്, WBCയുടെ ഡിസ്ചാർജും കൂടി കാണാൻ പറ്റും. ഈ കണ്ടീഷനാണ് നമ്മൾ ലൂക്കോറിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഗാലക്ടോറിയ ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഗാലക്ടോറിയ ആണ്. ഇറ്റ് മീൻസ് എക്സസീവ് ഫ്ലോ ഓഫ് മിൽക്ക് ഫ്രം ദ ബ്രസ്റ്റ്. ബ്രസ്റ്റിൽ എന്തുണ്ട്, മെമ്മറി ഗ്ലാൻസ് ഉണ്ട്. ഈ ബ്രസ്റ്റിലുള്ള ഈ മെമ്മറി ഗ്ലാൻസ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, മിൽക്കിനെ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് എന്തിനു വേണ്ടി, ഗാലക്ടോറിയ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഈ മെമ്മറി ഗ്ലാൻസിൽ നിന്നും അല്ലെങ്കിൽ ബ്രസ്റ്റിൽ നിന്നും കൂടുതലായിട്ടുള്ള മിൽക്കിന്റെ ഫ്ലോനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗാലക്ടോറിയ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റിക്കറിങ് പാരോക്സിസ്മാൽ ഹെഡ് ഏക്ക് മോസ്റ്റ്ലി ഒക്കർ യൂണിലേറ്ററിൽ, അതായത് നമ്മുടെ തലയുടെ ഭാഗത്ത് അല്ലെ, നമ്മുടെ തലയുടെ ഭാഗത്ത് മാത്രമായിട്ട് നമ്മുടെ തലയ്ക്ക് എന്തുണ്ടായിരിക്കും, ഭയങ്കര കഠിനമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന തലവേദന. ഓക്കെ, തലവേദന ഉണ്ടായിരിക്കും. തലവേദന മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും, നോസിയ ഉണ്ടായി ഓക്കാനം വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. വോമിറ്റിംഗ് ഉണ്ടായിരിക്കും. വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഛർദി ഉണ്ടാവും. പിന്നെ നമുക്ക് കാഴ്ചയ്ക്കൊക്കെ ആകെ ഒരു മങ്ങിയ പോലെയൊക്കെ തോന്നും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ സ്ത്രീകളിൽ മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ സമയത്താണ് ഉണ്ടാവുക. ഓക്കെ, ഇതിനെയാണ്, ഈ കണ്ടീഷനാണ് കഠിനമായിട്ടുള്ള ഇങ്ങനെ റിക്കവറി ആവർത്തിച്ച് വരുന്ന ഈ തലവേദനയാണ് നമ്മൾ എന്തെന്ന് പറയാ, മൈഗ്രെയിൻ എന്ന് പറയും. ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ, നമ്മുടെ അനാട്ടമി അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അനാട്ടമി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് റിവിഷൻ നോക്കാം. ഓക്കെ, ഇനിയിപ്പോ നാളെയും മറ്റന്നാളൊന്നും ക്ലാസ് ഇല്ലല്ലോ, പെസവ്യാഴം ദുഃഖവെള്ളി. ഇനിയിപ്പോ മൺഡേ തൊട്ട് ക്ലാസ് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ ഏത് ചാപ്റ്റർ ആയിരിക്കും മിസ് തുടങ്ങുന്നത് ഇനി അടുത്ത്? ഇനി നമ്മൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും റിവിഷൻ. ഫസ്റ്റത്തെ ചാപ്റ്റർ തൊട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, അതാണോ നല്ലത് അതോ ലാസ്റ്റിന്ന് അങ്ങോട്ട് പോണോ? ഏതാ നല്ലത്? അപ്പൊ ഈ കോഗ്നസിന്ന് എടുക്കുന്നത് അത് റിപ്പീറ്റ് ചെയ്യണ്ടേ? അത് ഇത് കഴിഞ്ഞിട്ട്. ഇതിന്റെ റിവിഷൻ നമ്മളിപ്പോ വേഗം വേഗം നോക്കി പോവല്ലോ. ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് 2 ചാപ്റ്റർ ഒക്കെ വെച്ച് നോക്കാം. നിങ്ങളിപ്പോ അപ്പൊ നോക്കി പോകുന്നതല്ലേ, അത് അപ്പൊ കഴിയും, വേഗം കഴിയും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോക്കണോസി എടുക്കും. അങ്ങനെ കോക്കണോസി പിന്നെ അധികം ഇല്ലല്ലോ, പോർഷൻസ് ഒന്നും അധികം ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നന്നായി നോക്കിക്കോളൂ കേട്ടോ. ഈ ചാപ്റ്റർ ഒന്നും കൂടി നോക്കിക്കോളൂ. ബാക്കിന്നാണോ ഫ്രണ്ടിൽ എങ്ങനെ ഫസ്റ്റ് തൊട്ടാണോ തുടങ്ങുന്നത്? എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം, ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യണോ ബാക്ക് സ്റ്റാർട്ട് ചെയ്യണോ? ഫസ്റ്റ് തൊട്ട് നോക്കാം, അതല്ലേ നമ്മളെല്ലാ സബ്ജക്റ്റും ചെയ്തിരുന്നത്. ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, നോക്കാം, അതാ നല്ലത്. അതാ നല്ലത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇന്നെടുത്തൊന്ന് പഠിച്ചോളാം. ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.